നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ ഭൂമാഫിയ ഉദ്യോഗസ്ഥർ കൂട്ടുകെട്ട് ശക്തം. നിലമ്പൂരിന്റെ ഹൃദയഭാഗത്ത് തണ്ണീർത്തടങ്ങൾ ഏക്കർ കണക്കിന് മണ്ണിട്ട് നികത്തുന്നുവെന്ന് ഡിവൈഎഫ്ഐ. കാപ്പ പ്രവേശന വിലക്ക് ലംഘിച്ച് വീട്ടിലെത്തിയ പ്രതി അറസ്റ്റിൽ. മുമ്മുള്ളി പുള്ളിച്ചാലയിൽ സ്വദേശി മുസ്തഫ എന്ന മേരി ബാബുവിനെയാണ് SI PT സൈഫുള്ളയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് 2026-27 അധ്യയന വർഷം മുതൽ ഇന്റഗ്രേറ്റഡ് B.Ed ആരംഭിക്കും. ദേശീയ അധ്യാപക വിദ്യാഭ്യാസ കൗൺസിലാണ് 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കോഴ്സുകൾക്ക് അനുമതി നൽകിയത്. മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം 7ാം വാർഡിൽ UDF-ന് വിജയം. UDF സ്ഥാനാർത്ഥി കൊരമ്പയിൽ സുബൈദയാണ് 222 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. മലപ്പുറം ജില്ലയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ അഡിക്ഷൻ സെന്ററിന്റെ പ്രവർത്തനം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നിലമ്പൂർ സബ് ഡിവിഷൻ തലത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. നിലമ്പൂരിൽ ഭൂമാഫിയ ഉദ്യോഗസ്ഥർ കൂട്ടുകെട്ട് ശക്തം. നിലമ്പൂരിന്റെ ഹൃദയഭാഗത്ത് തണ്ണീർത്തടങ്ങൾ ഏക്കർ കണക്കിന് മണ്ണിട്ട് നികത്തുന്നുവെന്ന് ഡിവൈഎഫ്ഐ. നിലമ്പൂരിൽ ഒരിടവേളയ്ക്ക് ശേഷം നിലമ്പൂരിലെ തണ്ണീർത്തടങ്ങൾ വ്യാപകമായ രീതിയിൽ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ വലിയൊരു ഭൂമാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണക്കാരന് ഒരു ലോഡ് മണ്ണടിക്കാൻ വലിയ നൂലാമാലകളുള്ള സമയത്താണ് നിലമ്പൂരിന്റെ ഹൃദയഭാഗത്ത് ഇത്തരത്തിലുള്ള വലിയ മാഫിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിനായി ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഭൂമാഫിയെ ഡിവൈഎഫ്ഐ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. നിലമ്പൂരിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഭൂമാഫിയ ഇടപെടൽ ശക്തമായിരിക്കുകയാണ്. വ്യാപകമായ രീതിയിൽ തണ്ണീർത്തടങ്ങൾ മണ്ണിട്ട് നികത്തുകയാണ്. സാധാരണക്കാരന് ഒരു ലോഡ് മണ്ണടിക്കുവാൻ പ്രയാസപ്പെടുന്ന സമയത്താണ് നിലമ്പൂരിന്റെ ഹൃദയഭാഗത്ത് തണ്ണീർത്തടങ്ങൾ ഏക്കർ കണക്കിന് മണ്ണിട്ട് നികത്തുന്നത്. ഈ നിയമവിരുദ്ധ പ്രവർത്തനം ഡിവൈഎഫ്ഐ ശക്തമായി എതിർക്കുമെന്നും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭൂമാഫിയയെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരുവാൻ ആവശ്യമായ ഇടപെടലുകൾ ഡിവൈഎഫ്ഐ നടത്തും. ഭൂമാഫിയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് അന്വേഷിക്കണമെന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ അറിയിച്ചു. കാപ്പ പ്രവേശന വിലക്ക് ലംഘിച്ച് വീട്ടിലെത്തിയ പ്രതി അറസ്റ്റിൽ. മുമ്മുള്ളി പുള്ളിച്ചാലയിൽ സ്വദേശി മുസ്തഫ എന്ന മേരി ബാബുവിനെയാണ് SI PT സൈഫുള്ളയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കൊലപാതകം, വധശ്രമം, മോഷണം തുടങ്ങി നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ മുസ്തഫയെ കഴിഞ്ഞ ഒക്ടോബറിൽ കാപ്പ ചുമത്തി ജില്ലയിൽ പ്രവേശിക്കുന്നത് 6 മാസത്തേക്ക് വിലക്കിയിരുന്നു. വിലക്ക് ലംഘിച്ച് ഇയാൾ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റിലായത്. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സ്ക്വാഡ് അംഗങ്ങളായ സുനിൽ മമ്പാട്, നിബിൻ ദാസ്, സാബിർ അലി, ജിയോ ജേക്കബ്, സജേഷ് CK, സജീഷ് P, കൃഷ്ണദാസ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് 2026-27 അധ്യയന വർഷം മുതൽ ഇന്റഗ്രേറ്റഡ് B.Ed ആരംഭിക്കും. ദേശീയ അധ്യാപക വിദ്യാഭ്യാസ കൗൺസിലാണ് 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കോഴ്സുകൾക്ക് അനുമതി നൽകിയത്. മികച്ച ബഹുമുഖ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ദേശീയ അധ്യാപക വിദ്യാഭ്യാസ കൗൺസിൽ ഈ അംഗീകാരം നൽകുന്നുള്ളൂ. അമൽ കോളേജിന് ഓട്ടോണോമസ് പദവി ലഭിച്ചതിന് തൊട്ടു പിന്നാലെ ITEP അനുമതി ലഭിച്ചതും ഇരട്ട നേട്ടമാണെന്ന് PV അബ്ദുൽ വഹാബ് MP വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമുക്ക് ഒരു പുതിയ കോഴ്സ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് മുമ്പ് ചെയ്തിരുന്ന ഡിഗ്രി എടുത്തതിന് ശേഷം B.Ed പോവുകയായിരുന്നു. അതിന് പകരമായിട്ട് 4 വർഷം കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റും അതിന് കൂടെ ഈ B.Edഉം കൂടിയിട്ടുള്ള കേന്ദ്ര സർക്കാർ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള എല്ലാ ഇതിൽ കഴിഞ്ഞ വർഷം മുതലാണ് ആദ്യമായി തുടങ്ങിയത്. ഇത് ഇപ്പോൾ നമ്മൾക്ക് ഈ വർഷം കിട്ടിയെങ്കിൽ അടുത്ത കൊല്ലം അഥവാ 2006 ജൂണിൽ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ തുടങ്ങാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്.
നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കേണ്ടതുണ്ട്. വേറെ നിലവിലുള്ള കോഴ്സ് തന്നെ 4 വർഷമാക്കി പുതിയ പോളിസി പ്രകാരം. 3 വർഷത്തിന് ഉണ്ടാക്കിയ ക്ലാസ് റൂമായി 4 ഉണ്ടാക്കണം. അപ്പോൾ എല്ലാ ക്ലാസ്സിനും അഡീഷണൽ ക്ലാസ് റൂമൊക്കെ ഉണ്ടാകണം. അപ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങി. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഒന്ന് ഇതിന് പ്രത്യേകം നിങ്ങളെ പറയാൻ കാരണം ഇതിപ്പോൾ ആർക്കും അറിയില്ല. അപ്പോൾ എല്ലാവരും പോയി ഡിഗ്രി ബി.എഡിന് പോകേണ്ട ആൾക്കാരും പോയി ഡിഗ്രിക്ക് ചേരും. പിന്നെ അഡീഷണൽ പിന്നെ അവർക്ക് 2 കൊല്ലം ഗവൺമെൻറ് എടുത്ത് കളിയായിരിക്കും അല്ല. അപ്പോൾ ഇതിൽ വേറൊന്നുള്ളത് ബി.കോമിന് മുമ്പ് ബി.എഡ് ഇല്ല. ബി.കോം പഠിച്ച കുട്ടികൾക്ക് ബി.എഡ് ഇല്ലായിരുന്നു പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, നമ്മളെ കോളേജ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നിങ്ങളൊക്കെ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മൾ A++ വിത്ത് ഗ്രേഡ് ഓഫ് 3.59 എന്നുള്ള അവർ നമുക്ക് കിട്ടിയെന്ന് കഴിഞ്ഞ ഈ വർഷത്തിൽ. അതിന് ശേഷം നമ്മൾ ഓട്ടോണമസിന് അപ്ലൈ ചെയ്തിരുന്നു. അങ്ങനെ നമുക്ക് ഓട്ടോണമസും പെട്ടെന്ന് കിട്ടി. അപ്പോൾ ഓട്ടോണമസ് സ്റ്റാറ്റസും കിട്ടി, ഗ്രേഡും കിട്ടി. അപ്പോൾ ഇതിൽ ഉണ്ടാകുന്നൊരു സംഗതി, ഇതുവരെ നമ്മളെ അഡ്മിഷനൊക്കെ ത്രൂ യൂണിവേഴ്സിറ്റി ആയിരുന്നു. കുട്ടികളൊക്കെ അക്ഷയയിൽ പോകും, അവിടുന്ന് കോളേജ് തീരുമാനിക്കും, പ്രയോറിറ്റി കൊടുക്കും, കോഴ്സ് തീരുമാനിക്കും. ഇനിയിപ്പം അമ്പാട് കോളേജ് പോലെ തന്നെയാണ്. നമുക്ക് ഇവിടെ സ്പെഷ്യൽ ആപ്ലിക്കേഷൻ, പ്രത്യേക ആപ്ലിക്കേഷൻ ഫോം തരണം. യൂണിവേഴ്സിറ്റി കൂടെ അല്ല. കുട്ടികളെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും ആദ്യം. കാരണം ഒരു സാധാരണഗതിയിൽ നമ്മൾ ഈ അക്ഷയയിലൊക്കെ പോയി അവർക്കിതൊന്നും അറിഞ്ഞുകൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഈ ഐറ്റപ്പ് ഇൻ്റഗ്രേറ്റഡാണ് ടീച്ചിങ് പ്രോഗ്രാം. അപ്പോൾ അതിന് ഈ ഒരു എക്സാം ഉണ്ട്. ആദ്യൊരു എക്സാം ഈ ഏപ്രിൽ മാസം നടക്കും. ഈ മാസം നോട്ടിഫൈ ചെയ്യും. അങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ NCT അവർ നോട്ടിഫൈ ചെയ്യുമ്പം ഒരു പരീക്ഷ എഴുതാണ്ട്. ആ പരീക്ഷ എഴുതി ആദ്യം അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്, പിന്നെ എക്സാം എഴുതേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയോര മേഖലകളിലൊന്നും കുട്ടികൾക്ക് അറിയാതെ പലപ്പോഴും പലവരും ഇങ്ങനെ ടീച്ചിങ് പ്രൊഫഷനിൽ പോകണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ഫോക്കസ് ചെയ്ത് പോകണവർക്ക് ഈ ഐറ്റപ്പ് എടുത്തു കഴിഞ്ഞാൽ വലിയ ലാഭമാണ് അവർക്ക്. കാരണം എല്ലാവരും ആവശ്യമില്ലാത്തൊന്നും പഠിക്കേണ്ട. +2 പാസ്സായ വിദ്യാർത്ഥിക്ക് 4 വർഷം കൊണ്ട് ബിരുദവും ബി.എഡും ഒന്നിച്ച് കരസ്ഥമാക്കാം. BA B.Ed ഇംഗ്ലീഷ് ഹിസ്റ്ററി അറബിക്, BSc B.Ed ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ്, ബികോം B.Ed എന്നീ കോഴ്സുകൾക്കാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. 2026 ജൂണിൽ പ്രവേശന നടപടികൾ ആരംഭിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഇന്റഗ്രേറ്റഡ് B.Ed കോഴ്സ് അംഗീകാരം ലഭിക്കുന്ന ആദ്യത്തെ എയ്ഡഡ് സ്ഥാപനമാണ് നിലമ്പൂർ അമൽ കോളേജ്. നാഷണൽ കൌൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷന്റെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം NEP അനുസരിച്ച് അധ്യാപകരുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനായി അധ്യാപക വിദ്യാഭ്യാസ സമ്പ്രദായം അടിമുടി പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ITEP കോഴ്സുകൾ മൾട്ടി ഡിസിപ്ലിനറി സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലാണ് ITEP ആരംഭിച്ചത്. 2025 മുതൽ സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത സ്വകാര്യ കോളേജുകൾക്കും ഈ കോഴ്സ് ആരംഭിക്കുവാൻ അനുമതി ലഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന തലത്തിൽ തന്നെ മികച്ച പഠനവും വിദ്യാഭ്യാസ ഗുണനിലവാരവും രേഖപ്പെടുത്തിയ സ്ഥാപനങ്ങളിലൊന്നാണ് നിലമ്പൂർ അമൽ കോളേജ്. കോളേജുകളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിൽ NAAC നടത്തിയ പരിശോധനയിൽ നിലമ്പൂർ അമൽ കോളേജിന് A++ ആണ് ലഭിച്ചത്. ഏറ്റവും ഉയർന്ന ഗ്രേഡും 4ൽ 3.59 പോയിന്റും അമൽ കോളേജ് സ്വന്തമാക്കി. ഇതോടെ അമൽ കോളേജ് സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ മലപ്പുറം ജില്ലയിൽ 1ാം സ്ഥാനത്തും കോഴിക്കോട് സർവകലാശാലയ്ക്ക് കീഴിൽ 4ാം സ്ഥാനത്തും സംസ്ഥാന തലത്തിൽ 12ാം സ്ഥാനത്തും എത്തി. NAAC പരിശോധനയുടെ 2ാം ഘട്ടത്തിൽ A++ നേടുന്ന ആദ്യ കോളേജ് എന്ന സ്ഥാനവും അമൽ കോളേജ് സ്വന്തമാക്കി. എയ്ഡഡ് മേഖലയിൽ 8 ബിരുദ കോഴ്സുകളിലും 1 ബിരുദാനന്തര കോഴ്സിലും, സ്വാശ്രയ വിഭാഗത്തിൽ 3 ബിവോക് കോഴ്സുകളിലും, ഇംഗ്ലീഷിൽ ഗവേഷണ വിഭാഗത്തിലുമടക്കം 1800-ലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. കൂടാതെ പ്രൊഫഷണൽ UG കോഴ്സുകളായി ബികോം പ്രൊഫഷണൽ, BBA എന്റർപ്രണർഷിപ്പ് എന്നിവയും 2026 അധ്യയന വർഷം ആരംഭിക്കും. ഇംഗ്ലീഷിന് പുറമെ കൊമേഴ്സ്, എക്കണോമിക്സ്, സൈക്കോളജി, ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് വിഭാഗങ്ങളിലും ഗവേഷണത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. മുഴുവൻ കോഴ്സുകളിലും അനാഥർക്കായി 20% സീറ്റ് സംവരണം ചെയ്ത രാജ്യത്തെ ഏക കോളേജും അമൽ കോളേജാണ്. 350ഓളം അനാഥ വിദ്യാർത്ഥികൾ ഇവിടം പഠിക്കുന്നുണ്ട്. ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ചാലിയാർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അമൽ കോളേജിൽ ചോല നായ്ക്കർ ഉൾപ്പെടെ
15ഓളം ആദിവാസി വിദ്യാർത്ഥികളും പഠനം നടത്തുന്നുണ്ട്. കോളേജിലെ വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി ഖത്തർ, ദുബായ്, സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. കലാകായിക മേഖലയിൽ ഏറെ മികവാർന്ന നേട്ടങ്ങൾ കൈവരിക്കുവാൻ കോളേജിനായി. സംസ്ഥാനത്തെ മികച്ച കോളേജുകൾക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ എക്സലൻസിയ പുരസ്കാരവും അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് ലഭിച്ചു. പ്ലേസ്മെന്റ്സിലും അമൽ കോളേജ് മുൻനിരയിലാണ്. ദുബായ് ഗോൾഫ് മെയ്ദാൻ ഗ്രാൻഡ് സ്റ്റാൻഡ്, മദീനത്ത് ജുമൈറ, വൺ ആൻഡ് ഓൺലി റോയൽ മിറാജ്, ബർഹൈൻ ഫർഹാൻ ടവേഴ്സ്, MR ഗ്രൂപ്പ്, ഖത്തർ എയർവേസ് തുടങ്ങി മിഡിൽ ഈസ്റ്റിൽ ഉൾപ്പെടെ ലോകോത്തര ബ്രാൻഡുകളുമായി അമൽ കോളേജിന് പ്ലേസ്മെന്റ് ധാരണാപത്രമുണ്ട്. ഫിഫ അറബ് കപ്പിലും ഖത്തർ ഫിഫ വേൾഡ് കപ്പിലും ലോകപ്രശസ്തമായ ദുബായ് കുതിരയോട്ട മത്സരത്തിലും ഗോൾഫ് മത്സരങ്ങളിലും അമൽ കോളേജിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട്. 101 തരം പത്തിരികൾ നിർമ്മിച്ച് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും അമൽ കോളേജ് ഇടം നേടിയിട്ടുണ്ട്. NSS സംസ്ഥാന അവാർഡുകളും അസാപ് 5 സ്റ്റാർ പദവിയും അമൽ കോളേജ് കരസ്ഥമാക്കിയിട്ടുണ്ട്. രാജ്യസഭാംഗം PV അബ്ദുൽ വഹാബ് ചെയർമാനായും PV അലി മുബാറക് മാനേജറുമായ അമൽ കോളേജ് നിലമ്പൂർ മുസ്ലിം ഓർഫനേജ് കമ്മിറ്റിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അക്കാദമിക നിലവാരം ഉയർത്തുന്നതിന് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KP മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള മികച്ച അധ്യാപക നിര തന്നെ അമൽ കോളേജിലുണ്ട്. വാർത്താ സമ്മേളനത്തിൽ അമൽ കോളേജ് ചെയർമാൻ PV അബ്ദുൽ വഹാബ് MP, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ, കോളേജ് കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ T ഷമീർ ബാബു, അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ N ഷിഹാബുദ്ദീൻ, പരീക്ഷാ കൺട്രോളർ ഡോക്ടർ PM അബ്ദുൽ സാക്കിർ, IQAC കോർഡിനേറ്റർ ഡോക്ടർ അബ്ബാസ് പട്ടോളി, അധ്യാപകരായ ഡോക്ടർ C ഷിഹാബുദ്ദീൻ, ഡോക്ടർ VK ഹഫീസ്, ഡോക്ടർ നാഫിഹ് ചേരപ്പുറത്ത്, S അനുജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. മൂത്തടം ഗ്രാമപഞ്ചായത്തിലെ പായമ്പാടം 7ാം വാർഡിൽ UDFന് വിജയം. UDF സ്ഥാനാർത്ഥി കൊരമ്പയിൽ സുബൈദയാണ് 222 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ആകസ്മികമായുണ്ടായ മരണത്തിൽ അതിലുണ്ടായ സ്ഥാനാർത്ഥി പട്ടത്ത് അസീനയുടെ ഒഴിവിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 7ാം വാർഡിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കൊരമ്പയിൽ സുബൈദ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുള്ളത്. ഈ വിജയം ഈ സർക്കാരിനെതിരെയുള്ള വികാരമായി ജനങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ വിരുദ്ധ വികാരമാണ് വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ സാധിച്ചിട്ടുള്ളത്. ഈ വിജയം ഞങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. പോൾ ചെയ്ത 800 വോട്ടിൽ UDFന് 501 വോട്ട് നേടിയപ്പോൾ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി സെബിനയ്ക്ക് 279 വോട്ട് ലഭിച്ചു. NDA സ്ഥാനാർത്ഥി അനിത 14ഉം സ്വതന്ത്ര സ്ഥാനാർത്ഥി സെബിന് 6 വോട്ടും നേടി. പോളിംഗ് സ്റ്റേഷനായ കാരപ്പുറം ക്രസന്റ് UP സ്കൂളിൽ തന്നെയായിരുന്നു വോട്ടെണ്ണൽ. രാവിലെ 10-ന് വോട്ടെണ്ണൽ ആരംഭിച്ചയുടൻ തന്നെ ഫലവും പുറത്തുവന്നു. മലപ്പുറം ജില്ലയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിന്റെ പ്രവർത്തനം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി നിലമ്പൂർ സബ് ഡിവിഷൻ തലത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്ന ശില്പശാല അഡീഷണൽ പോലീസ് സൂപ്രണ്ട് VA കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്ന് പറയുന്നത് മറ്റേതൊരു അഡിക്ഷനെ പോലെ തന്നെ വളരെ മാരകമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മദ്യമയക്കുമരുന്ന് വ്യാപനം, അതിന്റെ അഡിക്ഷൻ പോലെ തന്നെ നമ്മുടെ സമൂഹത്തെ വളരെ ദോഷകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഭാവിയിൽ വലിയൊരു പ്രശ്നമായി മാറാൻ സാധ്യതയുള്ള വലിയൊരു വിഷയമാണ്, സങ്കീർണമായ വിഷയമാണ് നമ്മൾ ഇവിടുന്ന് അഡ്രസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു മദ്യമയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ നമ്മുടെ പാരന്റ്സ് നമ്മളെ കുട്ടികളെ അതിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നില്ല. പക്ഷേ ഡിജിറ്റൽ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ ഈ ഒരു അഡിക്ഷനിലേക്ക്, ഈ ഒരു ദുരിതത്തിലേക്ക് നമ്മൾ തന്നെ അറിയാതെ കൈപിടിച്ച് നടത്തുന്നുണ്ട്. ജനിച്ചു വീഴുന്ന കുട്ടി മൊബൈൽ ഫോൺ വീഡിയോ കണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ പഠിക്കുന്ന കാലഘട്ടം മുതൽ, അതല്ലെങ്കിൽ തങ്ങളുടെ എന്തെങ്കിലും ജോലിക്ക് തടസ്സമായി ആ കുട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒതുങ്ങിയിരുന്ന് പ്രശ്നമുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ വളരെ നിരുപദ്രവകരമായി നമ്മൾ മൊബൈൽ ഫോൺ കാണിച്ചു കൊടുത്തു തുടങ്ങുന്ന കാലഘട്ടം മുതൽ നമ്മൾ അറിയാതെ നമ്മുടെ കുട്ടികളെ ഈ ദുരിതത്തിലേക്ക് നമ്മൾ നയിക്കുകയാണ്. നിലമ്പൂർ DYSP സാജു K എബ്രഹാം അധ്യക്ഷത വഹിച്ചു. മലപ്പുറം DHQ SICV അനിൽകുമാർ, നിലമ്പൂർ AEO ജേക്കബ് സത്യൻ, നിലമ്പൂർ CI BS ബിനു,
പൂക്കോട്ടുപാടം CI രാജേന്ദ്രൻ നായർ, കാളിക്കാവ് CI K അനുദാസ്, വണ്ടൂർ SI O വാസുദേവൻ എന്നിവർ സംസാരിച്ചു. മലപ്പുറം ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ സൈക്കോളജിസ്റ്റ് ജിജു K മനോജ്, ടെല്ലി സൈബർ പോലീസ് സ്റ്റേഷൻ SI മധുസൂദനൻ എന്നിവർ ക്ലാസ് എടുത്തു. അധ്യാപകരും ICDS ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട കോൺഗ്രസ് ഏറ്റെടുക്കരുതെന്ന് BJP പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TK അശോക് കുമാർ. BJP നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദീർഘകാലമായിട്ട് നൂറ്റാണ്ടുകളായി നടക്കുന്ന കിഴക്കൻ ഏറനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ ഉത്സവമാണ് വേട്ടേക്കരൻ്റെ കളമ്പാട്ട്. ഈ കളമ്പാട്ടിൻ്റെ ചരിത്രമെന്നുള്ളത് നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ്. ഇവിടെ നിലമ്പൂർ പോലെയുള്ള ഒരു പ്രദേശം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും വളരെ സാഹോദര്യത്തോടുകൂടി സൗഹൃദത്തോടുകൂടി വസിക്കുന്ന, നല്ല രീതിയിൽ സാമൂഹ്യ സമരസത നിലനിൽക്കുന്ന, നല്ല ഐക്യം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് മുൻകാലങ്ങളിൽ നമുക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളെയും നമുക്കുണ്ടായ പ്രയാസങ്ങളെയും ഒക്കെ വിസ്മരിച്ചുകൊണ്ട് ഈ രാജ്യം ലോകത്തിൻ്റെ ഏറ്റവും വലിയ വികസിത രാജ്യമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സമൂഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ, നമ്മുടെ സമൂഹത്തിൻ്റെ സമരസതകളെ തകർക്കുന്ന രീതിയിൽ, ഒരു വിഭാഗമായിട്ടുള്ള ജനങ്ങളെ വേദനിപ്പിക്കുന്ന, അവരുടെ വികാരങ്ങളെ കുത്തി നോവിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു വിഭാഗം ആളുകൾ നേതൃത്വം നൽകുന്നു. ആ നേതൃത്വം നൽകുന്ന ആളുകൾ കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് വളരെ ഖേദകരമായിട്ടുള്ള കാര്യം. കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MLA ആയിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തും അടക്കമുള്ള ആളുകൾ ഇരിക്കുന്ന വേദിയിലാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചിത്രം വെച്ചുകൊണ്ട് അദ്ദേഹം ഏറനാട്ടിൽ വാൾത്തലപ്പ് കൊണ്ട് നടത്തിയ പോരാട്ടങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള വലിയ സംഗീത നിശ അവതരിപ്പിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ എന്നിട്ട് പറയുകയാണ്, മുൻകാലങ്ങളിൽ നിലമ്പൂർ കോവിലകം ഒരു നൂറ്റാണ്ട് മുൻപ് 1921 ആക്രമിക്കപ്പെട്ട സ്ഥലമാണ് നിലമ്പൂർ കോവിലകം. ആ ആക്രമണത്തിൽ 16 ആളുകളാണെന്ന് കൊല്ലപ്പെട്ടുള്ളത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ടു. ഇതൊക്കെ ചരിത്രത്തിൽ വിസ്മരിച്ചു പോകേണ്ടതാണ്. ഇതൊന്നും വീണ്ടും ഓർമ്മിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല. പക്ഷേ അതേ നിലമ്പൂർ കോവിലകത്തിൻ്റെ പരദേവതയായിട്ടുള്ള കുലദേവതയായിട്ടുള്ള വേട്ടേക്കരൻ്റെ ഉത്സവത്തിൽ, ആ ഉത്സവത്തിനെ കളമ്പാട്ടെന്നാണ് പറയുന്നത്. അതിനെ കച്ചവടവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിൽ അത് പാട്ടുത്സവം നന്നാക്കി, അത് കോടതിപ്പടിയിൽ അതൊരു ഫെസ്റ്റാക്കി നടത്തും. അതിനൊന്നും നമുക്ക് എതിർപ്പില്ല. ആളുകൾ വരട്ടെ, സംഗീതം ആസ്വദിക്കട്ടെ, ഇതൊക്കെ ആവട്ടെ. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രദേശത്തെ, ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അസംഘടിതരായിട്ടുള്ള ആളുകൾ, അവരുടെ വികാരങ്ങൾ കൂടി കണക്കിലെടുക്കണ്ടേ. നിലമ്പൂർ പാട്ടുത്സവം ടൂറിസം ഫെസ്റ്റിവലിൽ മെഗാ ഷോയിൽ മലബാർ കലാപനായകനെ വീരപുരുഷനും മലബാറിന്റെ സുൽത്താനുമായി അവതരിപ്പിച്ച് നടത്തിയ DG ഷോക്കെതിരെ വിവിധ തലങ്ങളിൽ പ്രതിഷേധമുയർന്നിരുന്നു. നിലമ്പൂർ കോവിലകത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു മലബാർ കലാപം. 16ഓളം പേരാണ് അന്ന് നിലമ്പൂരിൽ കലാപകാരികളുടെ വാളിനിരയായത്. വാളിൻ തുമ്പിൽ ചരിത്രം രചിച്ചു എന്ന രീതിയിലാണ് ഗാനം അവതരിപ്പിച്ചത്. അന്ന് കൊല്ലപ്പെട്ടവരുടെ പിൻഗാമികളാണ് ഇന്ന് നിലമ്പൂരിലുള്ളത്. ഇത് നിലമ്പൂരിൽ വൻ പ്രതിഷേധത്തിന് ഇടയാക്കി. ജമാഅത്തെ ഇസ്ലാമി, SDPI, PDP തുടങ്ങിയ മതവർഗീയ പാർട്ടികളുടെ അജണ്ടയാണ് നിലമ്പൂരിൽ നടപ്പിലായത്. ഇതിന് നേതൃത്വം നൽകിയ MLAയും സംഘാടകരും പൊതുസമൂഹത്തോട് മാപ്പ് പറയണം, തെറ്റുതിരുത്തുകയും ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഇതിന്റെ പേരിൽ സംഘർഷങ്ങളോ ഭിന്നിപ്പോ ഉണ്ടാക്കുവാൻ BJP ആഗ്രഹിക്കുന്നില്ല. ലോകരാജ്യങ്ങൾ മതമൗലികവാദം ഉപേക്ഷിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ് കലാപകാരികൾക്കൊപ്പമാണോ എന്ന് വ്യക്തമാക്കണമെന്നും അശോക് കുമാർ ആവശ്യപ്പെട്ടു. OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് K ശശികുമാർ അധ്യക്ഷനായി. BJP മണ്ഡലം സെക്രട്ടറി ബാലചന്ദ്രൻ വെളിയാട്ടിൽ, ഏരിയ പ്രസിഡന്റുമാരായ കുട്ടൻ, P ചന്ദ്രൻ, അഡ്വക്കേറ്റ് സവിത സൈജിത്ത് എന്നിവർ സംസാരിച്ചു. മമ്പാട് ഗ്രാമപഞ്ചായത്ത് ഹാപ്പിനെസ് പാർക്കിലേക്ക് വാട്ടർ കണക്ഷൻ, വൈദ്യുതി, പൊതു ടോയ്ലറ്റ് എന്നിവ ലഭ്യമാക്കുന്നതിനുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല, മലപ്പുറം വാട്ടർ അതോറിറ്റി ശുചിത്വ മിഷൻ ഓഫീസർ, മലപ്പുറം KSEB ഇലക്ട്രിക്കൽ വിംഗ് എന്നിവിടങ്ങളിൽ നിവേദനം നൽകി. മലപ്പുറം KWAEE ജയകുമാർ, DB ഓഫീസർ സിബിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാലോളി നിഷാദ്,
പഞ്ചായത്ത് മെമ്പർമാരായ സഫീന കൊള്ളശ്ശേരി, മുബീന ചോലയിൽ എന്നിവരും പങ്കെടുത്തു. കുടിവെള്ളത്തിനായി 1,30,000 രൂപയും KCBയിലേക്ക് 1 ലക്ഷം രൂപയും അടവാക്കിയിട്ടുണ്ട്. ഹാപ്പിനെസ് പാർക്കിൽ പൊതു ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിന് ശുചിത്വ മിഷനുമായി ചേർന്ന് പദ്ധതി രൂപീകരിക്കുവാനും തീരുമാനിച്ചു. ഹാപ്പിനെസ് പാർക്കിൽ കുടിവെള്ളവും വൈദ്യുതിയും പൊതു ടോയ്ലറ്റും ഇല്ലാത്തത് ഉടൻ തന്നെ വൈദ്യുതി, വെള്ളം, പൊതു ടോയ്ലറ്റ് എന്നിവ ശരിയാകുമെന്ന് വാട്ടർ അതോറിറ്റി EE, മലപ്പുറം KCB ഇലക്ട്രിക്കൽ വിംഗ്, ശുചിത്വ മിഷൻ ഓഫീസർ എന്നിവർ ഉറപ്പു നൽകി. ഡിവൈഎഫ്ഐയുടെ മധുര പ്രതികാരം. ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളാണെന്ന് വിശേഷിപ്പിച്ച പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെ പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തുവന്ന പത്രത്താളിൽ പൊതിഞ്ഞ പൊതിച്ചോറ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ വിതരണം ചെയ്തു. ഡിവൈഎഫ്ഐക്ക് മാത്രമല്ല, ഡിവൈഎഫ്ഐക്ക് പൊതിച്ചോറ് നൽകുന്ന അമ്മമാരെയും സഹോദരിമാരെയും കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് അധിക്ഷേപിച്ചത് എന്നും ആ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് കാലത്തിന്റെ കാവൽ നീതിയാണെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു. വളരെ സന്തോഷത്തോടു കൂടി പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് വിശേഷിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ത്രീ പീഡനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ച വാർത്ത പത്രത്തിൽ വന്ന ആ പത്രത്താളുകളിൽ പൊതിഞ്ഞ സ്നേഹത്തിന്റെ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. ഏത് പെരുമഴക്കാലത്തും പ്രതികൂല കാലാവസ്ഥയിലും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ വീടുകളിലൂടെ പോയി പൊതിച്ചോറ് ശേഖരിച്ച് ഈ വിശപ്പടക്കാൻ സർക്കാർ ആശുപത്രിയിൽ വന്ന് പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട്. ഈ വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐ മാത്രമല്ല, ഞങ്ങൾക്ക് ഈ സ്നേഹത്തിന്റെ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന, ഈ പൊതിച്ചോറ് നൽകുന്ന നമ്മുടെ വീട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരെ, അമ്മമാരെ, സഹോദരിമാരെ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം വന്ന് അവഹേളിച്ചിട്ടുള്ളത്. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ത്രീ പീഡന കേസിൽ അറസ്റ്റ് ചെയ്ത വാർത്തയുള്ള പത്രത്താളിൽ ആണ് ഞങ്ങൾ ഇന്ന് ഈ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അരുൺദാസ്, പ്രസിഡന്റ് ദീപക്, പ്രജിത്ത്, റിയാസ് കാവാട്, ലെനിൻ, സുരാജ്, രജീഷ് കോട്ടായി തുടങ്ങിയവർ പങ്കെടുത്തു. മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാലയുടെയും വൈസ് പ്രസിഡന്റ് നിഷാദ് പാലളിയുടെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് സ്പിൽ ഓവർ പദ്ധതി അവലോകനം പഞ്ചായത്ത് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 500-ന് മുകളിൽ പദ്ധതിയാണ് വച്ചിട്ടുള്ളത്. അതിൽ 100-നടുത്ത് AEയുടെ പ്രൊജക്ടാണ്. പലതും എസ്റ്റിമേറ്റ് പോലും എടുക്കാത്തതും, ആവശ്യമുള്ളതും ഫീസിബിലിറ്റി ലഭിക്കാത്തതും, സൈറ്റിൽ പല ഇഷ്യൂ ഉള്ളതും വരെ വർക്കിലുണ്ട് എന്നാണ് കോൺട്രാക്ടർമാർ പറയുന്നത്. കഴിഞ്ഞ 5 വർഷം സ്ഥിരമായി ഒരു AE ഇല്ലാത്തതും പദ്ധതിയെ ബാധിച്ചു. മാർച്ചിന് മുൻപ് പുതിയ പദ്ധതിക്ക് അംഗീകാരം വാങ്ങണം. നിയമസഭാ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും പദ്ധതിയെ ബാധിക്കും. നിലവിൽ പദ്ധതികൾ തീർക്കണം, എക്സ്പെൻഡിച്ചർ ആക്കണം. ആയതിനാൽ മുഴുവൻ പദ്ധതികളും 1 മാസത്തിനുള്ളിൽ തീർക്കുവാൻ ടെൻഡർ നൽകിയ കോൺട്രാക്ടർമാർക്ക് നിർദ്ദേശം നൽകി. മീറ്റിംഗിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഗീതാ ചന്ദ്രൻ, ഷാജി KT, സരോജിനി ടീച്ചർ, പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാർ, AE രതീഷ് PP, ഓവർസിയർമാരായ സുജിനി MP, ശരത് KT, വരുൺ PR, പഞ്ചായത്തിലെ ടെൻഡർ എടുത്ത മുഴുവൻ കോൺട്രാക്ടർമാരും മീറ്റിംഗിൽ പങ്കെടുത്തു. മമ്പാട് പരിവാർ സ്നേഹസംഗമം 2026 സംഘടിപ്പിച്ചു. തോട്ടിറ്റക്കര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഷമീർ മച്ചികൾ മുഖ്യാതിഥിയായിരുന്നു. പരിവാർ പഞ്ചായത്ത് പ്രസിഡന്റ് ജലീൽ KT അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സരോജിനി, പഞ്ചായത്ത് മെമ്പർമാരായ അഷ്റഫ് ടാണ, സാജി കുഞ്ഞാറ്റ, അഫ്സൽ മുത്തു, നബീൽ PK, ശ്രീനിവാസൻ, രാജേഷ് VK, യു രജീഷ്, മുബീന C, സൈറ PT, സഫീന K, സൈഫുന്നീസ, ഷൈനി സണ്ണി, ഓമന, സുബീന, ജംഷിയ, ബഡ്സ് സ്കൂൾ അധ്യാപിക ഫിദ, പരിവാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഫിറോസ് ഖാൻ VP, അലി CT, സെക്രട്ടറി VT സരീന, കോർഡിനേറ്റർ ഷമീന KT എന്നിവർ സംസാരിച്ചു. ജില്ലാ മിഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ അസ്കർ KS ക്ലാസ് എടുത്തു. പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് ചെമ്പ്ര നഗറിൽ പഞ്ചായത്തിന്റെയും നെട്ടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ആരോഗ്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷറഫുന്നീസ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് രോഗങ്ങൾ പണ്ട് കാലത്ത് പോയിരുന്നത് തിരിച്ചു വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാം കൊണ്ടും നമ്മുടെ എല്ലാ വാർഡുകളിലും
എല്ലാ ഉന്നതികളിലും ഇതുപോലുള്ള ക്യാമ്പുകൾ നടത്തി വരാറുണ്ട്. നമ്മൾ കാണാത്ത, നമുക്ക് തൊട്ടാലറിയാത്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതിന് വേണ്ടി സ്ക്രീനിങ്ങും ഒരുപാട് സംവിധാനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ആശമാരും അതുപോലെ തന്നെ നിങ്ങളുടെ ഊരിൽ നിന്ന് തന്നെ നമ്മൾ അതിന് ആശമാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. കൃത്യമായി അതിന്റെ ചികിത്സകളും മരുന്നുകളും നിങ്ങൾക്ക് എത്തിച്ചു തരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് പറയാനുള്ളത്. വാർഡ് മെമ്പർ അനിൽകുമാർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദു കുന്നുമൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജുമാൻ ശിശുരോഗ വിഭാഗം, ഡോക്ടർ ഹസീന ത്വക്കുരോഗ വിഭാഗം എന്നിവർ പരിശോധന നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു അശോകൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാദിഖ് അലി, മെമ്പർമാരായ സമീർ ബാബു, മോൾസി പ്രസാദ്, ശാന്ത, ആശ, ജയചൈ പവിത്രൻ, JPA കൃഷ്ണപ്രിയ, MLSP റിയ എബ്രഹാം, ഫാർമസിസ്റ്റ് കാർത്തിക എന്നിവർ സംസാരിച്ചു. ഊര് ആശാ വർക്കർ മേനക നന്ദി പറഞ്ഞു. മാമാങ്കര ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. SMCയുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ നിർമ്മിച്ച 3 ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോട് നിർവഹിച്ചു. SMC ചെയർമാൻ റംഷീൽ ബാബു അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സോലി തോമസ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ഉഷ വേലു, ബ്ലോക്ക് മെമ്പറായ കവിത പ്രകാശ്, മെമ്പർമാരായ ഉമ്മു ഹബീബ, ഫൗസിയ, സജീർ, CRC കോർഡിനേറ്റർ മനു KP, റിട്ടയർഡ് HM മുരളീധരൻ, സെന്റ് മേരീസ് സ്കൂൾ HM ബെന്നി PV, വിദ്യാർത്ഥി പ്രതിനിധി കുമാരി ഷഹമിയ KT എന്നിവർ ആശംസകൾ അറിയിക്കുകയും സ്റ്റാഫ് സെക്രട്ടറി ലീജ ടീച്ചർ നന്ദി അറിയിക്കുകയും ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.